ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ? ഇന്നിപ്പോൾ നമ്മൾ യാത്ര പോകുന്നത് വെച്ചാൽ ഗുരുവായൂരുള്ള പുന്നത്തൂർ കോട്ടയിലേക്കാണ് നമ്മളിന്ന് യാത്ര പോകുന്നത്. അപ്പോൾ ആളിതാ കുളിച്ച് റെഡിയായി സ്കൂട്ടറൊക്കെ ആയിട്ട് വന്നിട്ടാണ്. അപ്പോൾ നമുക്കെന്തായാലും ഇപ്പോൾ കോട്ടൊക്കെ എടുക്കേണ്ടി വരും, കാരണം നല്ല മഴക്കാറുള്ള ദിവസമാണ്. അപ്പോൾ എന്നാൽ പോയാലോ? അപ്പം ഞാൻ ഇതിന് മുന്നേയും ഈ പുന്നത്തൂർ കോട്ടയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതൊരു 2 വർഷം മുന്നേ. അപ്പോൾ ഇപ്പോഴെന്താ അവിടുത്തെ സ്ഥിതി എന്നറിയില്ല. ഒന്ന് യാത്ര എന്തായാലും ഫ്രീ ആയി കിട്ടിയൊരു ദിവസമായതുകൊണ്ട് അവിടേക്കൊരു യാത്ര പോയാലും വിചാരിക്കാം. ഇതാണ് നമ്മൾ അവിടുത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാലിക്കറ്റ് ഉള്ളത്. നല്ലൊരു കോളേജാണ്. ഇതാണ് നമ്മുടെ ഫറോക്ക് പുതിയ പാലം. അപ്പോൾ ഈ വഴിക്കാണ് നമ്മൾ പോകുന്നത്. ഈ വഴിക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് പോവാം. അതിനിടയിൽ നമ്മളിവിടുത്തെ പത്മാസ് ഫ്ലവർ സ്റ്റാളുണ്ട്. അവിടെ ഫേമസ് ആണ്. ഇതിനു മുന്നേ യൂട്യൂബേഴ്സ് കുറേ വീഡിയോസൊക്കെ ചെയ്ത സ്ഥലമാണ്. അപ്പോൾ നമ്മളവിടെ കയറിയിട്ട് 2 ലൈം വാങ്ങി. ഇതാണ് നമ്മളെ ഫേമസ് ആയിട്ടുള്ള ഐറ്റം. ലൈമാണ്, അടിപൊളിയാണ്. നല്ല ചൂടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണത്. അപ്പോൾ നമ്മളിത് 2 വാങ്ങി. ഒന്നിന് 25 രൂപയുള്ളൂ. അടിപൊളിയാണ്. നമ്മൾ രാമനഘട്ടുകരയാണ് ഇതിൻ്റെ സ്ഥലം വരുന്നത്. അതിൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തല്ല. അപ്പോൾ നമ്മൾ ആ ലൈമും കുടിച്ചിട്ട് നമ്മൾ തിരിച്ച് യാത്ര ആരംഭിച്ചു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുന്നത് ബൈപ്പാസ് വഴിക്കാണ് പോകുന്നത്. ബൈപ്പാസ് വഴിക്ക് പോകുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ, നമ്മൾ ബൈപ്പാസ് വഴിക്കല്ലാതെ വേറൊരു റൂട്ടും കൂടി ഉണ്ട്. നമ്മൾ കടലിൻ്റെയൊക്കെ കയറി പോകുന്ന റൂട്ട്. അപ്പോൾ അതിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇതും അതും തമ്മിൽ 1 മണിക്കൂറിൻ്റെ വ്യത്യാസം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബൈപ്പാസ് വഴിക്ക് പോകുന്നത്. ഈ വഴിക്ക് പോകുക വെച്ചാൽ നമുക്ക് 1 മണിക്കൂർ ലാഭം കിട്ടും. അപ്പോൾ നമ്മൾ ഇത് സ്ട്രെയിറ്റ് റോഡായതുകൊണ്ട് ഒറ്റ ഇതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച സ്ഥലത്തെത്തും. അധികം ബ്ലോക്കൊന്നും ഇല്ലാണ്ട് അങ്ങനെ പോവാം. ഇതാണ് നമ്മുടെ തേഞ്ഞിപ്പാലമുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഈ പാലമാണ് കഴിഞ്ഞ വർഷം ഒരു മഴക്കാലത്ത് തകർന്നു പോയത്. അതിപ്പോൾ ഈ വർഷം മഴക്കാലം ആകുമ്പോൾ തന്നെ ഒക്കെ നിർമ്മിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഹൈവേ അടിപൊളിയാക്കിയിട്ടുണ്ട്. നമുക്ക് പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും. അവിടെ ഇവിടെയൊക്കെ നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ മേഘങ്ങൾ പഞ്ഞിക്കെട്ട് പോലെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും. ഇതാണ് വെട്ടിച്ചിറയുള്ള ടോൾ പ്ലാസ. ഇതാണ് നമ്മുടെ ഭാരതപ്പുഴ ബ്രിഡ്ജ്. അപ്പോൾ നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ദീർഘദൂരം ഇങ്ങനെ മണലായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. കാരണം വെള്ളമില്ലാതെ അവിടെ ഇവിടേക്കും വെള്ളമൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും. നല്ലൊരു കാഴ്ചയാണ്. പക്ഷേ മഴക്കാലമായി കഴിഞ്ഞാൽ വെള്ളം നിറഞ്ഞ് ഒഴുകുന്നത് കാണാൻ പറ്റും. അടിപൊളിയാണ്. ഇതിൻ്റെ അപ്പുറത്തൊക്കെ നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റും. നമുക്കിപ്പോൾ സമയമില്ലാത്തത് കൊണ്ടാണ്. ഇപ്പം തന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു 3:30 ആയിരിക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എത്തിയാലുള്ളൂ നമുക്ക് പുന്നത്തൂർ കോട്ടയിൽ എത്താൻ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ വിശന്നപ്പോൾ അവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തു. നമ്മൾ വെജിറ്റബിൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മൾ അത് കഴിക്കുകയാണ്. പക്ഷേ വെജിറ്റബിൾ ബിരിയാണിക്ക് ഹാഫിന് 70 രൂപയും ഫുള്ളിന് 120 രൂപയാണ്. പക്ഷേ ഞങ്ങളത് കഴിച്ചു കഴിഞ്ഞിട്ട് പക്ഷേ വലിയ ഒരു ഇത് പോരാ. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള ഒരു ഇതില്ല. അപ്പോൾ നമ്മളത് കഴിച്ചിങ്ങനെ ഇറങ്ങി. അപ്പോൾ നമ്മൾ പിന്നെയും ഇങ്ങനെ പോകുമ്പോഴാണ് അവിടെ ഒരു പുഴ കാണാം. അടിപൊളിയാണ്. അങ്ങനെ ചാവക്കാട് ജംഗ്ഷനിലെത്തി. എന്നിട്ട് അവിടെ നിന്ന് ഗുരുവായൂർ റൂട്ടിലേക്ക് കയറി.
ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ ഉണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക്, പിന്നെ 3 കിലോമീറ്റർ അവിടുന്ന് പുന്നത്തൂർ കോട്ടയിലേക്ക്. അപ്പോൾ ഇതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് റോഡ്, ഇത് പുന്നത്തൂർ കോട്ടയിലേക്കുള്ള റോഡ്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ 1.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇവിടെ എത്തി. അപ്പോൾ ഇവിടുന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഉള്ളോട്ട് കയറാനുള്ളതിലാണ്. ഇതാണ് പുന്നത്തൂർ കോട്ട. അപ്പോൾ നമ്മളിപ്പോൾ ഇത് പാർക്കിങ്ങിലേക്കുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ പാർക്കിങ്ങിൻ്റെ ഈ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പുറത്താണ് വണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ പുറത്ത് സ്ഥലമുള്ളതുകൊണ്ട് അവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് ഉള്ളോട്ട് കയറി. അപ്പോൾ ഇതിനുള്ളിൽ കുറേ കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ നമ്മളിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് 20 രൂപയാണ് അഡൽട്ടിന് വരുന്നത്. അപ്പോൾ നമ്മളിതിനുള്ളിൽ കയറിയപ്പോൾ നല്ല കാഴ്ചകളാണ്. അത് മാത്രമൊന്നുമല്ല, ഇവിടെ ഈ ഒരു പുന്നത്തൂർ കോട്ടയ്ക്ക് ഒരു കാവൽക്കാരനുണ്ട്, ഇയാളാണത്. ഇതാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള പുന്നത്തൂർ കോട്ട. ഇത് ഏകദേശം 25 ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ അടുത്തുള്ള കുളമാണ്. ആനകളൊക്കെ കുളിപ്പിക്കുന്നത് ഈ കുളത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഈ കോട്ടയുടെ ഓഫീസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മൾ ആനകൾ ഉത്സവത്തിലേക്കുള്ള ആനകളൊക്കെ ബുക്ക് ചെയ്യുന്നതൊക്കെ ഇവിടെയാണ്. ഇതതിൻ്റെ കോട്ടയുടെ പിൻവശമാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ആനക്കൂട്. ഈ കാട്ടാനകളൊക്കെ കൊണ്ടുവന്ന് ചട്ടം പഠിപ്പിക്കുന്നത് ഈ കൂട്ടിലിട്ടിട്ടാണ്. ഇത് ഇപ്പോഴില്ല, പണ്ട് കാലങ്ങളിലാണ് ഉണ്ടായിരുന്നത്. ഈ ആനത്താവളത്തിൽ ഏകദേശം 65 ആനകൾ ഉണ്ടായിരുന്നു പണ്ട്. പക്ഷേ ഇപ്പോൾ 35 ആനകളേ ഉള്ളൂ. അപ്പോൾ അതിൽ കുറേ ആനകൾ മരിച്ചുപോയി. അപ്പോൾ കുറച്ച് ആനകളെ ഇപ്പോൾ ഉള്ളൂ. ഏകദേശം 35 ആനകളാണുള്ളതെന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് കാണുമ്പോൾ 35 ആനകൾ ഉണ്ടാവില്ല. അതിൽ ചില ആനകൾക്ക് മതപ്പാട് ഉണ്ടായിട്ട് ഉള്ളിലാണ് കെട്ടിയിരിക്കുന്നത്. അവിടേക്ക് നമുക്ക് പ്രവേശനമില്ല. പിന്നെ കുറച്ച് ആനകൾ ഉത്സവത്തിന് പോയിട്ട്, അതേപോലെ അമ്പലത്തിൽ എഴുന്നള്ളത്തിനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കാണാത്തത്. ഇതിൽ കുറേ ആനകളൊക്കെ നമ്മൾ ഫേമസ് ആയ ആനകളൊക്കെ കാണാൻ പറ്റും. അതിൽ ഇപ്പോൾ നമുക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു ആനയാണ് നന്ദൻ. നന്ദൻ എന്ന് പറഞ്ഞാൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും ഭാരമുള്ള ഒരു ആനയാണ്. അതാണ് ഈ ആന. ഇതിനുള്ളിലേക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറേ ആനകളെ കാണാൻ പറ്റും. പക്ഷേ അവിടേക്ക് നമുക്ക് പ്രവേശനമില്ല. അതാണ് ഈ മതപ്പാടുള്ള ആനകൾ. അങ്ങനെ ഞങ്ങൾ ആനകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവസാനമായിട്ട് കാണുന്ന ആനയാണത്. ആളെ കാണുമ്പോൾ ഭയങ്കര ഡേഞ്ചറാണ് തോന്നും, പക്ഷേ പഞ്ചപാവാണ്, അങ്ങനെയാണ് ഗൈഡ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതിനുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ തിരിച്ചു വരുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്. അടിപൊളി സ്പോട്ടാണ് ഇത്. പൊന്നാനിക്കടുത്ത് കർമ്മ റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസാണ്. ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അടിപൊളിയാണ്. കാരണം ഫാമിലിക്കാണെങ്കിലും
അതേപോലെ നമ്മൾ ഫ്രണ്ട്സ് ആണെങ്കിലും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്ഥലം. ഇത് ഞങ്ങൾ വരുമ്പോൾ ഒന്ന് ജസ്റ്റ് കയറിയതാണ്, പക്ഷെ എത്രയും ഭംഗി ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. ഇത് കുറേ അങ്ങോട്ട് പോകാനുണ്ട്, നമ്മൾ ആ എൻഡ് വരെ പോകാനുണ്ട്. പക്ഷെ ഞങ്ങൾ അതുവരെ പോയിട്ടില്ല, കാരണം ഇപ്പം തന്നെ റോഡ് നല്ല ബ്ലോക്കാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സ്ഥലം വരെ പോയിട്ട് നമ്മൾ പിന്നെ തിരിച്ചും ഉടനെ പോകുന്നു. അത് അടിപൊളി സ്ഥലമാണ്, പ്ലേസാണ്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ സൈഡിലൂടെയൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ നല്ലൊരു ഹോട്ടലിൽ കയറി, നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ഫുഡ് തന്നെ ഓർഡർ ചെയ്തു. അപ്പോൾ അത് കഴിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം.